കഴിഞ്ഞ വർഷം 2022 ഡിസംബറൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്ത ഒരു മനോഹരമായ ഒരു കാര്യം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. 2022 ഡിസംബറൊക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ലൈഫിനെ, അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ 12 മാസത്തെ ലൈഫിനെ ഞാനൊന്ന് ഓഡിറ്റ് ചെയ്തു. അവിടെ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ച 2-3 കാര്യങ്ങൾ, ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത 2-3 കാര്യങ്ങൾ ഈ വർഷം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും 2024 നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഒന്നാമതായി ഈ 12 മാസം ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് ഈ 12 മാസം എൻ്റെ ലൈഫിലുണ്ടായ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ അല്ലെങ്കിൽ ഹൈലൈറ്റുകൾ എന്തൊക്കെയാണ്, ജീവിതത്തിൽ സംഭവിച്ച പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണ്, എന്തെങ്കിലും ഫ്ലോപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണ്, എനിക്ക് ഞാൻ പരാജയങ്ങൾ ഫെയിലുവർ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഇങ്ങനെയുള്ള ഈ ഹൈലൈറ്റ്സുകളെല്ലാം, അത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഹൈലൈറ്റ്സ് എല്ലാം ഞാൻ ആദ്യം എഴുതുകയാണ് ചെയ്തത്. സോ യു ക്യാൻ റൈറ്റ് ഇൻ ദാറ്റ് വേ. ജസ്റ്റ് ഈ ഒരു ഹൈലൈറ്റ്സ്, അതായത് ഈ 12 മന്ത്സിലുണ്ടായിട്ടുള്ള പ്രധാന സംഭവങ്ങൾ, അത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എഴുതുക. രണ്ടാമത്തെ കാര്യം, ഈ പോസിറ്റീവായിട്ടുള്ള, അതായത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട അതിൽ പോസിറ്റീവായിട്ടുള്ള വിജയങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ചില തീരുമാനങ്ങളുണ്ടാകും. അതുമല്ലെങ്കിൽ നമ്മളെടുത്ത നമ്മൾ ചെയ്തു പോയ ചില കാര്യങ്ങൾ വേണ്ട എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ടാകും ജീവിതത്തിൽ. അപ്പോൾ ഇതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് എടുക്കുക. അതെടുത്തിട്ട് അത് സംഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടു. അതായത് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഏതെങ്കിലും ഒരു നിങ്ങളൊന്ന് സ്കെയിലപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ടേൺ ഓവർ ഉണ്ടായി, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻറ്റ് ലാസ്റ്റ് ഇയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഹൈലൈറ്റ്സിൻ്റെ പോസിറ്റീവ് സൈഡാണ്. ഇത് നേടിയെടുത്തപ്പോൾ, അല്ലെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര എഫേർട്ട് ഇട്ടു. നമ്മൾ ഓരോരുത്തരും അതൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര എഫേർട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇട്ടിട്ടുള്ളത്, അതൊന്ന് നോക്കുക, എത്ര എഫേർട്ട് ഇട്ടു. അപ്പോൾ ആ എഫേർട്ടിൻ്റെ ഒരു ക്വാണ്ടിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ റിസൾട്ട് നമുക്കറിയാം, റിസൾട്ട് എന്താണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് സംഭവിച്ചു പോയ ചില കാര്യങ്ങൾ, ചില പരാജയങ്ങളുണ്ടാകും. ആ പരാജയങ്ങൾ, അല്ലെങ്കിൽ ആ ഫ്ലോപ്പ് ഉണ്ടായിപ്പോയത്, അല്ലെങ്കിൽ ചില റിഗ്രഷൻ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇത് സംഭവിച്ചത് എന്താണ്. 3 സ്റ്റെപ്സാണ് ലൈഫിനെ ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്. ഈ 12 മന്ത്സ് ഓഡിറ്റിന് 3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് എ പോസ്. ജസ്റ്റ് 1 മിനിറ്റ് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്നിരുന്ന് സമാധാനമായിട്ട് ഒന്ന് പോസ് ചെയ്ത്, അതായത് എല്ലാ ആക്ടിവിറ്റീസും നിർത്തിയിട്ട് നമ്മൾ ഇതിന് വേണ്ടി ഒരു 5 മിനിറ്റ് ചിലവഴിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റാണ്. ഈ റിഫ്ലക്റ്റാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ ഒരു 12 മാസം നടന്ന പോസിറ്റീവ് നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുക, പ്രധാനപ്പെട്ടവ എഴുതി വെക്കുക. നമ്മൾ അച്ചീവ്മെൻ്റ് ഉണ്ടായത് എഴുതിയിട്ട് അതിന് വേണ്ടി നമ്മളെടുത്ത് എഫേർട്ട് എഴുതാം. ഫെയിലിയേഴ്സ് വന്നിട്ട്, അല്ലെങ്കിൽ ഫ്ലോപ്പായ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിഗ്രഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എഴുതുക, അതിൻ്റെ റീസൺസ് എഴുതുക. സോ വി വിൽ ഗെറ്റ് സംതിങ്. നമുക്ക് കുറച്ച് ഒരു ഐഡിയ കിട്ടും, കഴിഞ്ഞൊരു വർഷം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്, ദാറ്റ് ഈസ് ചോയ്സ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2024 എങ്ങനെ വേണം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ 2024 വർഷം നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മൈൽ സ്റ്റോൺസ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ചില സ്പെഷ്യൽ ഗോൾസ് ഉണ്ടാകാം, ചിലപ്പോൾ ചില വലിയ ഡ്രീം ഉണ്ടാകാം, ഫുൾഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന. ഇതിനെക്കുറിച്ച് ഒരു 3 എണ്ണമെങ്കിലും, മിനിമം 3, 5 വരെ എഴുതാം. നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ടേക്കിംഗ് ഇൻറ്റൻഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മനസ്സിന് അതറിയണം, എനിക്കിതൊക്കെ വേണമെന്ന് നമ്മുടെ ബോധ മനസ്സിനെ ബോധിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ മാത്രമാണ് ബോധ മനസ്സിലേക്ക് നിരന്തരം മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് വേണം, നിങ്ങൾക്ക് വേണ്ട കാര്യത്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെയോ നമ്മൾ ആ കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ ബോധ മനസ്സ് നമുക്ക് ട്രിഗർ ചെയ്ത് നമ്മളെ അവിടേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കണമെങ്കിൽ നമ്മൾ ഇൻറ്റൻഷൻ അവിടെ കൊടുക്കണം. എന്താണ് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി കൊടുക്കണം. സോ 3 or 5 ആയിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളോ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ലിസ്റ്റാക്കി വെക്കുക. എന്നിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷനാണ്. ഇംപ്ലിമെൻറ്റേഷൻ വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഗോളുണ്ട്, 5 ഗോൾ അല്ലെങ്കിൽ 3 ഗോൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കണം ആക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. 2 രീതിയിലാണ് നമ്മുടെ ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ മണിക്കൂർ, അല്ലെങ്കിൽ ഓരോ മിനിറ്റും 2 രീതിയിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ എയ്തർ വി സീക്ക് ഫൺ, അല്ലെങ്കിൽ പ്ലെഷർ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും.
ഇപ്പോൾ അതൊരു ദിവസത്തിൻ്റെ ചിലപ്പോൾ 5 മണിക്കൂർ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നവരുണ്ടാകും, 2 മണിക്കൂർ ചെയ്യുന്നവരുണ്ടാകും, 1 മണിക്കൂർ ചെയ്യുന്നവരുണ്ടാകും. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിന് വാല്യൂ ആഡ് ചെയ്യുന്നതാണോ, അതായത് നമുക്ക് ലൈഫിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്. അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ലൈഫിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രയോജനപ്പെടുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ അതായത് 1 ആഡ് വാല്യൂ, 2 നമുക്ക് സന്തോഷം തരുന്ന കാര്യം, നമ്മളെ മേക്ക് അസ് ഹാപ്പി, നമ്മൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യം, സന്തോഷം തരുന്ന കാര്യം. അപ്പോൾ ഇതിലേതിനാണ്? അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വാല്യൂവും തരും, സന്തോഷവും തരും. ചില കാര്യങ്ങൾ ഒരു വാല്യൂവും തരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാത്തതായിരിക്കും ചില ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ നമുക്കത് സന്തോഷം തരും. ചില കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം തരത്തില്ല, പക്ഷേ നമുക്ക് കൂടുതൽ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ 4 ക്വാഡ്രൻ്റായിട്ട് നമുക്ക് തിരിക്കാം. വാല്യൂ തരുന്നതും സന്തോഷം തരുന്നതും, വാല്യൂ തരാത്തതും സന്തോഷം തരുന്നതും, വാല്യൂ ഇല്ല സന്തോഷവും ഇല്ലാത്തതും, ഇനി വാല്യൂ തരുന്നതും സന്തോഷം തരുന്നു. ഇത് ഇങ്ങനെ 4 ക്വാഡ്രൻ്റ്. ഇതിൽ 80-20 പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് സന്തോഷം തരുന്നില്ല, പക്ഷേ നമുക്ക് വാല്യൂ തരുന്ന ഒരു ക്വാഡ്രൻ്റ് ഉണ്ട്. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള 3 ക്വാഡ്രൻ്റിലെയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകാം. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫീൽ ഗുഡും ആഡ് വാല്യൂ. നമുക്ക് ഫീൽ ഗുഡ്, സന്തോഷം തരുന്നു, വാല്യൂ ആഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ഫീൽ ഗുഡായിട്ട് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുക, വായിക്കുന്നത് ഫീൽ ഗുഡാണ്, വാല്യൂ ആഡ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ സെലക്റ്റീവാണ്, അതൊരു ഫീൽ ഗുഡാണ്, സെയിം ടൈം നമുക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ സെൽഫ് ലവ് കൂട്ടുന്ന ആക്ടിവിറ്റീസ് വാല്യൂ ആഡ് ചെയ്യുന്നതാണ്, നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും. ചില റിച്വൽസ്, മെഡിറ്റേഷൻ പോലെയുള്ള, പ്രെയർ പോലെയുള്ള വാല്യൂ ആഡ് ചെയ്യും, സെയിം ടൈം നമുക്ക് ഫീൽ ഗുഡുമാണ്. ഇതൊരു ക്വാഡ്രൻ്റാണ്. ഇനി അടുത്തത്, ഇത് ഒരു ഗ്രോത്ത് ക്വാഡ്രൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഫീൽ ഗുഡാണ്, പക്ഷെ നോട്ട് ആഡ് വാല്യൂ. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അവിടെ ആയിരിക്കും. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ നമുക്ക് സന്തോഷം വാല്യൂ കിട്ടുന്നില്ല, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന സമയം ഭയങ്കര സന്തോഷം കിട്ടും. സെറോട്ടോണിനും ഡോപ്പമൈനും ഒക്കെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വളരെ ഹാപ്പി ആയിരിക്കും, ഫീൽ ഗുഡായിരിക്കും. പക്ഷേ വാല്യൂ എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ല. എൻഡ് ഓഫ് ദ ഡേ നമുക്കൊന്നും ലഭിക്കുന്നില്ല. അതുപോലെ ചിറ്റ് ചാറ്റ് വിത്ത് ഫ്രണ്ട്സ്, ആവശ്യമില്ലാതെ കുറേ നേരം ഫ്രണ്ട്സുമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ഔട്ടിങ്ങിന് പോകുന്നു, ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് ചെയ്യുന്നു. ഇതൊക്കെ ഫീൽ ഗുഡാണ്, പക്ഷേ വാല്യൂ നമുക്കൊട്ടും തരുന്നില്ല. ഇനി 3ാമത്തെ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് പ്രഷർ ക്വാഡ്രൻ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ എന്ന് വെച്ചാൽ നോട്ട് ഫീൽ ഗുഡ്, നോട്ട് ആഡ് വാല്യൂ. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക, സ്ട്രെസ് എടുത്തുകൊണ്ടിരിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്ട്രെസ് എടുക്കുക. അതുപോലെ തന്നെ വെറുതെ ഒരു ആവശ്യവുമില്ലാത്ത, അതായത് എവിടെയെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുക, ഏതെങ്കിലും ബന്ധഗൃഹങ്ങളിലൊക്കെ പോയി സമയം കൊല്ലുക എന്നൊക്കെ പറയില്ലേ, ടൈമിനെ ഇങ്ങനെ നശിപ്പിച്ച് കളയുക, സമയം കൊല്ലാൻ വേണ്ടിയിട്ട് പോവുക, സമയം കളയാൻ വേണ്ടി പോകുന്ന, ടൈം പാസിങ്ങിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്ന, ഒരു വാല്യൂ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് വലിയ ഫീൽ ഗുഡൊന്നും എൻ്റെ ഡേ കിട്ടണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായ ചില റൂൾസും റെസ്പോൺസിബിലിറ്റീസും കൂടെ തലയിൽ വെച്ചിട്ട് അതിനെ ഓർത്ത് ടെൻഷൻ അടിച്ച് നമ്മുടെ സമാധാനവും സന്തോഷവും പോകുന്ന അവസ്ഥ രണ്ടുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം ചെയ്താലും വി ആർ നോട്ട് ഫീലിംഗ് ഗുഡ് ആൻഡ് ഒരു വാല്യൂം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതും നമുക്കൊരു പ്രഷർ ക്വാഡ്രൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതും നമുക്ക് വേണ്ട. ഇനി അടുത്ത ക്വാഡ്രൻ്റാണ് നമുക്ക് ഡിസിപ്ലിൻ ഗ്രോത്ത് ക്വാഡ്രൻ്റ് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ 80% ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഡോണ്ട് ഫീൽ ഗുഡ് ബട്ട് ആഡ് വാല്യൂ, ഡോണ്ട് ഫീൽ ഗുഡ് ബട്ട് ആഡ് വാല്യൂ. നമുക്ക് ചെയ്യുമ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നില്ല. എക്സാമ്പിൾ എക്സസൈസ് ചെയ്യുന്നത് കുറച്ച് ടഫുള്ള കാര്യമാണ്. ഇപ്പം ആദ്യം കുറച്ച് ദിവസം ചെയ്യും, പിന്നെ നമ്മൾ ഗിവപ്പ് ചെയ്യും. അതുപോലെ ഫുഡ് ചൂസ് ചെയ്ത് കഴിക്കുക, നമ്മൾ ഹെൽത്തി ഫുഡ് ചൂസ് ചെയ്യുക, ചില റിസർച്ച് പെർസ്പെക്റ്റീവിൽ ബുക്കുകൾ വായിക്കുക. അത് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായ മടി തോന്നും, പക്ഷേ വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യമാണ്. ഗോളുകൾ സെറ്റ് ചെയ്യുക, അതിന് സ്ട്രാറ്റജീസ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ നമുക്കൊരു പവർ റിച്വൽസ് നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി വർക്ക് ചെയ്യുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ
വാല്യൂ ആഡ് ചെയ്യുന്നതാണ്, പക്ഷേ നമുക്ക് ചെയ്യാൻ നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. ഇവിടെയാണ് റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത്, ഈ ക്വാഡ്രന്റിലാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് റെസിസ്റ്റൻസിനെ നമ്മൾ തോപ്പിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വാഡ്രന്റിൽ 20-20-20-20 80-20 പ്രിൻസിപ്പിൾ പ്രകാരം 80% ഈ ക്വാഡ്രന്റിൽ വർക്ക് ചെയ്യാമെങ്കിൽ അടുത്ത വർഷം 2024 നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന 4 അല്ലെങ്കിൽ 5 കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ക്വാഡ്രന്റിൽ നമ്മൾ നിലനിർത്താൻ നമ്മുടെ ഡെയിലി ഒരു പ്രാക്ടീസൊക്കെ ആവശ്യമാണ്. 21 ഡേയ്സിൻ്റെ എൻ്റെ പുതിയ ബാച്ച്, സ്കൂൾ ഓഫ് ലൈഫ് സയൻസിൻ്റെ പുതിയ ബാച്ച് ട്രാൻസെൻഡൻസിൽ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്. അപ്പോൾ നമ്മളത് ക്ലെൻസ് ചെയ്ത് ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ എത്തിക്കുന്നതിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഇവിടെ പറയുന്ന ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ സെഷനിലുണ്ടാവും. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും അതിമനോഹരമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.